ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എത്ര വയസ്സായാലും അവർ തങ്ങളുടെ 20കളിലേതേ പോലെ ചുറുചുറുക്കോടെ ഓടി നടക്കും, ആവേശത്തോടെ പണിയെടുക്കും. ജീവിതാവസാനം വരെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജവും അത് തുടരാനുള്ള ഒരു ത്വരയുമാണ് ആ ചുറുചുറുക്ക് അപ്പോഴും നിലനിർത്തുന്നത്. ഇപ്പോൾ കെ കരുണാകരൻ ആളുകൾക്ക് നടുവിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഈ ആളുകളിൽ നിന്ന് ഊർജ്ജം സംഭരിച്ച് അദ്ദേഹം അങ്ങ് ശക്തനാവുമായിരുന്നു. അവസാന കാലത്തൊക്കെ ജനങ്ങൾ കൂടെ ഇല്ലാതെ വന്നപ്പോഴും അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു അവസ്ഥയായി മാറി. ഇത് തന്നെയാണ് പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ഭാവുകത്വം തന്നെ പൊളിച്ചെഴുതിയ വിഖ്യാത സംവിധായകനാണ് സത്യജിത്ത് റേ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ് ഇന്ന് സുഭാഷിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1980 കാലഘട്ടം. അന്ന് സത്യജിത്ത് റേക്ക് 63 വയസ്സുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അദ്ദേഹം വിശ്രമിക്കുന്ന സമയമാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ റേയോട് കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, ഇനി സിനിമയൊന്നും ചെയ്യരുത്, ഹൃദയത്തിന് സമ്മർദ്ദം കൊടുക്കാനേ പാടില്ല. വീട്ടിൽ വിശ്രമിക്കുമ്പോൾ സത്യജിത്ത് റേ ഡോക്ടറെ വിളിച്ച് ഒരു സിനിമ കൂടി ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു. ജീവനോട് ഇരിക്കണമെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കരുത് എന്നായിരുന്നു ഡോക്ടറുടെ ശാസനം. ഫോൺ വെച്ച് റേ പിറ്റേന്ന് രാവിലെ തന്നെ തൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരെ വിളിച്ചു വരുത്തി. അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. എനിക്കൊരു ദിവസം 4 മണിക്കൂർ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി നിങ്ങളെല്ലാവരും കൂടി നോക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ റേയുടെ പ്രസിദ്ധ സിനിമയായ ഹിരാഗ് രാജർ ദേശേ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. 4 മണിക്കൂർ മാത്രം റേ സെറ്റിൽ ഉണ്ടാകും. 80 ഡിസംബറിൽ ആ സിനിമ റിലീസ് ചെയ്തു. കുട്ടികൾക്കുള്ളൊരു സിനിമയായിരുന്നു. സിനിമ ഇറങ്ങിയ ദിവസം കൽക്കട്ടയിലെ ലൈറ്റ് ഹൗസ് തിയേറ്ററിന് മുന്നിൽ ആയിരക്കണക്കിന് കുട്ടികൾ സിനിമ കാണാൻ വന്ന ദൃശ്യങ്ങൾ സത്യജിത്ത് റേ ആശുപത്രി കിടക്കയിൽ കിടന്ന് TV-യിൽ കണ്ടു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇതാണ്. 1992 ജനുവരി 23 സത്യജിത്ത് റേ മരിച്ചു. ചില മനുഷ്യർ അങ്ങനെയാണ്. മരണത്തെ മുന്നിൽ കാണുമ്പോഴും ജീവിതത്തോടും ഇഷ്ടപ്പെട്ട ജോലിയോടും അടങ്ങാത്ത ഒരു അഭിനിവേശം അവർ പ്രകടിപ്പിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് വയസ്സായി പോയി. എപ്പോഴും ഞാൻ പറയുന്നൊരു തമാശയുണ്ട്, വയസ്സൻ എന്ന് പറയുന്ന ആരാണ്? ഒരു വയസ്സുള്ള ആളിനെ നമുക്ക് വയസ്സൻ എന്ന് പറയാം. വയസ്സൊരു കാൽക്കുലേഷൻ മാത്രമാണ്, ഒരു ഗണിതമാണ്, ഒരു കണക്കാണ്. അപ്പോൾ ഈ കണക്ക് വെച്ച് കൂട്ടി നമ്മൾ തൊഴിലെടുക്കാനുള്ള വൈമുഖ്യം ക്ഷണിച്ചു വരുത്തരുത്. ഊർജ്ജത്തോടെ നടക്കുക. ഈ പ്രായം ഒരു കാൽക്കുലേഷനും ഒക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ആരിത്തമെറ്റിക്സിൽ ഞാൻ സറണ്ടർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങനെ നടക്കുക. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ആ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.